ദൈവവിളി കേട്ട് കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിയ അനേക ദൈവഭക്തന്മാർ കഷ്ടതയുടെ കണ്ണീർ ഏറെ കുടിച്ചവരാണ്. വിവിധ പശ്ചാത്തലത്തിൽ നിന്ന് ക്രൂശിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ബന്ധുബലമില്ലാതെ പിന്താങ്ങുവാൻ ആളില്ലാതെ വിശ്വാസപാതയിൽ ഏറെ ക്ലേശിച്ചവരുമുണ്ട്. വിശുദ്ധന്മാരും ശ്രേഷ്ഠമെന്ന് കരുതിയ പലരുടെയും പൊള്ളത്തരങ്ങൾ കണ്ട് അതിശയിച്ചു പോയവരുമുണ്ട്. ക്രൂശിതനായ കർത്താവിനെ കണ്ടെത്തിയ സന്തോഷത്താൽ ഭൗതിക ജോലി വേണ്ടെന്ന് വെച്ച് കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങിയ ദൈവദാസനാണ് പാസ്റ്റർ ഇ വി വർഗീസ്. ക്രമേണ ഗായകനും ഗാനരചയിതാവും ഗന്ധകാരനുമായി വേദികളിൽ ദൈവനെ ശക്തമായി ഘോഷിച്ചു. എന്നാൽ അസൂയ നിറഞ്ഞ പലരുടെയും സ്നേഹമില്ലാത്തതും ദോഷം നിറഞ്ഞതുമായ നടപടികളാൽ മനസ്സ് തേങ്ങി. വിളിച്ച നാഥൻ വെളിപ്പാടകലെ നിൽക്കുന്നു. പുറകോട്ട് പോകണമോ മുന്നേറണമോ? ഹൃദയം വിങ്ങിപ്പൊട്ടിപ്പോയി. അന്തരാത്മാവിൽ നിന്നൊരു പ്രാർത്ഥന ഉയർന്നു. പാദങ്ങൾ ആഴത്തിൽ താഴുന്ന പ്രിയനെ താങ്ങുക തൃക്കരമതിൽ. പിന്നെയും ഫത്തൻ ഇങ്ങനെ പാടി: ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻവിളി കേട്ട് പിൻവരുവാൻ. പല സാഹചര്യങ്ങളിലും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ക്ഷീണിപ്പിക്കുന്ന ചുറ്റുപാടുകൾ, വഴിയോരത്തെ അസ്ഥികൂടങ്ങൾ, ഭക്തരും ശക്തരുമായവർ ഈ വഴിവക്കിൽ വീണുടഞ്ഞു പോയി. അത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരിക്കുന്നു. തളർത്തുന്ന ഓർമ്മകളാണ് പിന്നെയും വരുന്നത്. തളർന്നുപോയ നിമിഷങ്ങളിൽ രക്ഷകന്റെ അദൃശ്യകരം പിടിച്ചുയർത്തി. ക്ഷീണിച്ചുപോയ മനസ്സിന് വലിയൊരു ശാന്തത കൈവന്നു. തുടർന്ന് ഇങ്ങനെ പാടി: അർപ്പണം ചെയ്യാൻ ആത്മനിയോഗത്താൽ അല്പം എനിക്കുള്ളതെല്ലാം ഉന്നതനെ തവ സേവീൻ ജീവിതം. ഒന്നു മതി എനിക്ക് ഈ ഉലകിൽ, യാഹേ നീ എൻ ദൈവം. 1953 ഈ ഗാനം പൂർണ്ണരൂപം കൊണ്ടത്. 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഗാനം ഇന്നും അനേകരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. 1920 പത്തനാപുരത്തായിരുന്നു ദൈവദാസൻ്റെ ജനനം. ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാണുന്നു ഞാൻ യാഗിൽ ശാശ്വതമായൊരു പാറ എന്ന ഗാനം പ്രസിദ്ധമാണ്. മറ്റനേക ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. ഇന്ന് ഈ ഗാനങ്ങളെല്ലാം അനേകർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ഇരിക്കുന്നു. ഈ ഉള്ളവൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീച്ചലുള്ള അനുഭവങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഭൗതികമായി ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന് ഉൾവിളിയുണ്ടായ ദിനങ്ങൾ. വേലയ്ക്ക് ഇറങ്ങുവാൻ പ്രോത്സാഹിപ്പിച്ചവരും കരുതുമെന്ന് കരുതിയവരും പിന്തിരിഞ്ഞപ്പോൾ മനസ്സ് തേങ്ങിപ്പോയി. നേതൃത്വത്തിൻ്റെ മേൽക്കുപ്പായമിട്ട് പിന്തിരിഞ്ഞ് ചിലർ നിന്നപ്പോൾ തേങ്ങിപ്പോയ നാളുകളിൽ അരുമനാഥൻ്റെ സാന്നിധ്യം ബലപ്പെടുത്തി. ജീവിതം മുന്നോട്ട് പോവാൻ, കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റുവാൻ ഏറ്റവും താണ ജോലിയിലേക്ക് ഇറങ്ങേണ്ടി വന്ന നിമിഷങ്ങൾ. എന്നാൽ പറയാനുണ്ട് ഏറെ. എങ്കിലും അരുമനാഥൻ്റെ മുമ്പിൽ കുപിടുന്നു. വിട്ടുപോകുന്ന ചുറ്റുപാടിലേക്ക് മടങ്ങിപ്പോവാൻ മനസ്സ് അനുവദിച്ചിട്ടില്ല. വീണ്ടും ജോലി ലഭിക്കാവുന്ന സാഹചര്യങ്ങളിൽ വന്നുപോയപ്പോഴും കരം നിന്ന് കൂടെ നിർത്തിയ രക്ഷകന് സ്തോത്രം. തിരിഞ്ഞു നോക്കിയാൽ 43 വർഷങ്ങൾ. ഇനിയും സുവിശേഷം ദീപശിഖ ഏന്തി മുന്നേറുവാനുണ്ട്. പാതകളേറെ. വഴിത്തലക്കൽ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവമില്ലാത്ത നശിക്കുന്ന തലമുറകൾ. നാഥന് അനുവദിക്കുന്നിടത്തോളം മുന്നേറുക. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ കണ്ണീർ ഏറെ കുടിച്ചാലും ബലപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. യാഹേ നീ എൻ ദൈവം തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം അനേകരെ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് നയിച്ചിട്ടുണ്ട്. തളർന്ന മനസ്സുകളെ ബലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും ബലം തരുന്നതായിരിക്കട്ടെ ഈ ഗാനം.